ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ കടയിലേക്ക് പോവാണ്. കുറച്ച് ദിവസം ഞങ്ങൾക്ക് വീഡിയോ ഇടാനൊന്നും പറ്റില്ല ഗൈസ്. ഞങ്ങൾക്ക് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഇതൊരു പുതിയൊരു കുട്ടി കേട്ടോ, ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇവളെ പേര് ദിയ എന്നാണ്. അല്ല, ശരിക്കുള്ള പേര് ആദിയ, വീട്ടിൽ പഠിക്കുന്നവർ ദിയ. അപ്പോൾ അങ്ങനെയാണ് വിളിക്കുക. അപ്പം ഞങ്ങളായിട്ടൊരു പേര്, ഇവള് ഇടയ്ക്ക് എന്നെ പൊന്നുന്നാട്ടോ വിളിക്കാറ്. ഇപ്പോഴും പൊന്നുന്ന് തന്നെ വിളിക്കാറ്. അപ്പം അങ്ങനെ അപ്പം ഞങ്ങൾ കടയിലേക്ക് പോവുകയാണ്. കഞ്ഞി വാങ്ങിക്കണം, കുറച്ച് പരിപാടി ഉണ്ട്. എന്നിട്ട് ഞങ്ങളൊരു കുക്കിംഗ് തുടങ്ങണം. അല്ല, കുക്കിംഗ് ഒരു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഭാഗമാണ് ഞങ്ങൾ ഇന്ന് കാണിക്കുന്നത്. രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കാണ്. 5:12 ഉണ്ട്. അതെ, അപ്പോൾ ഞങ്ങൾ കടയിലേക്ക് പോയോണ്ടിരിക്കുക കേട്ടോ ഗായ്സ്. അപ്പം ഞങ്ങൾ ഒരു കട അടച്ചപ്പോൾ വേറെ കടയ്ക്ക് പോയി. കടയിൽ തിരക്കുള്ളതാണ്, കടയൊന്നും കാണിച്ചു തരാന്ന്. കുറച്ച് തിരക്കായിപ്പോയി. ഞങ്ങൾ വാങ്ങിച്ചത് കാട്ടിത്തരാം. ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു പൊരിക്കുന്ന സംഭവം, ഒരു പാല്, പിന്നെ 10 മുട്ട, ഒരു ലൈറ്ററാണ് വാങ്ങിച്ചത്. 2 സിപ്പപ്പും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഗൈസ് കട അടച്ചിട്ടാക്കും. അപ്പം ഞങ്ങൾ ഈ വഴി പോയിട്ടാണ് കടയ്ക്ക് പോയത്. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള വഴി. ഒരു കുഞ്ഞ ചായ ഉണ്ടാക്കുക, പാൽ ചായ ഉണ്ടാക്കുക, പിന്നെ ഒരു സാധനം പൊരിക്കുക. പിന്നെ ഞങ്ങൾ കളർ മാത്രത്തെ സാധനമാണ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അല്ല, വീട്ടിലെത്തിട്ട് കാണിച്ചു തരാം എനിക്ക്. അപ്പോൾ ഞാൻ എത്രയിലാ പറ്റാ ഞാൻ എത്രയിലാണ് എന്ന് ചോദിക്കുമായിരിക്കും നിങ്ങൾ ചിലവർ. അപ്പോൾ ഞാൻ ഇപ്പം എന്നെ പറയാണ്, ഞാൻ 6ലാണ്, സെം ബേസിലാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ എന്താ പറയണ്ടേ, എൻ്റെ വീട് എങ്കക്കാടാണ്. അതെ, എൻ്റെ അമ്മയുടെ വീട് എങ്കക്കാടാട്ടോ വരുന്നത്. അപ്പം ഇവള് എങ്ങനെ പരിചയപ്പെട്ട് വെച്ചാൽ ഞങ്ങൾ എങ്ങനെ പരിചയമായി. മൂത്തമ്മയുടെ വളക്കപ്പിൽ സംഭവം. ഞങ്ങൾ ആദ്യം ഇവിടെ അമ്മമ്മ വീട് കയറ്റുമ്പോൾ ഞങ്ങൾ കണ്ടുണ്ടായി. അപ്പോൾ ഇവള് എന്നെ ബാക്കിന് വിളിച്ചിട്ട് ചേച്ചി എന്താ പേര് ചോദിച്ചു. ഞാൻ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇതൊക്കെ ആയി. അപ്പം ലാസ്റ്റ് ചാറ്റ കൊടുത്തു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ കണ്ടുമുട്ടി. വീട് കളിച്ചു തുടങ്ങി, വീട് പിന്നെ കണ്ടുമുട്ടി. ഞങ്ങളിങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ഇവിടെ എൻ്റെ തന്നിട്ട് ചേച്ചി ഹായ് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പേജ് വിട്ടു. ആ സംഭവം ഞങ്ങൾ അങ്ങനെ പേജ് വിട്ടിട്ട് ഞങ്ങൾ ഓരോന്ന് കളിച്ചു തുടങ്ങി. അമ്മയും കൊണ്ട് അങ്ങനെ കുറേ കളിച്ചു. പിന്നെ അവൾ കടയിൽ പോയി തുടങ്ങി. പിന്നെ അവൾ വലിയ വലിയ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു വീടിൻ്റെ ഉള്ളിൽ തീ കത്തിച്ചിട്ട് ഞങ്ങൾ ചോറും കൂട്ടാനൊക്കെ വെച്ചു. പിന്നെ കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ദൂരെയുള്ള കുറെ സ്ഥലത്തേക്ക് ബസ് കയറിയിട്ട് പോയോണ്ട് ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ. അതൊക്കെ ഞങ്ങൾ കുഞ്ഞമ്മ ഇടണ്ട കേട്ടോ. ഹായ്. ശരി. അപ്പം ഞങ്ങൾ കുഞ്ഞമ്മൂമ്മത്ത് വർത്താനം പറഞ്ഞിട്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ രണ്ടാൾക്കും നല്ല ഫേമസ് ആണ്. ഇവിടെ ഒരു അമ്മമ്മ ഉണ്ടാവും കേട്ടോ, അങ്ങനെ അറിയണ ഒരു അമ്മമ്മ അല്ലേ. സിപ്പപ്പ ശരിയാ. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ പോയ സിപ്പപ്പ് കുടിക്കാൻ പാടില്ല, അത് പനിയാണ്. 2 എണ്ണത്തിനും പനിയാണ്. അപ്പോൾ ഇത് കുടിച്ച് തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകണമെങ്കിൽ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് വെടിക്കെട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇടാം പതുക്കെ. കുടിച്ചു ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സാധനം അടിപൊളിയാണ്. 5ൻ്റെ ആണെങ്കിലും അടിപൊളിയാണ്. ഞങ്ങൾക്ക് ശരിക്കും ഒന്ന് കാണിച്ചിട്ട് ഉണ്ടോ, സാധനം സെറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഏതാ ഫ്ലേവർ വെച്ചാൽ
ഫ്രൂട്ട് സലാഡ് വാങ്ങിയിട്ടുണ്ട്. അതെ. അപ്പം ഞങ്ങൾ നേരപ്പോര കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഇതാണ് നേരപ്പോര കാണുക. നിൽക്കൂ. ഇതാണ് ഞങ്ങളെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കണ്ടോ. നല്ല രസമുള്ള പറമ്പാണ് ഇതൊക്കെ. കുഞ്ഞുത്തേക്ക് പോണ്ടോ? അന്ന് ഈ വഴി പോവില്ല, അപ്പത്തിന് കഴിയും. അപ്പം കുറച്ചൊരു അട്ടിക്കാ വിചാരിച്ചു. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ഞങ്ങൾ ഇടവഴിയിൽ പോവുകയാണ്. അത് ഒരു നല്ല രസമാണ്. ഈ വീടൊക്കെ എടുത്ത് പോകുമ്പോൾ ഇടവഴി കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല ഭംഗി, നല്ല രസമാണ്. ഇവിടുത്തെ ചേട്ടനല്ലേ എന്നെയായിട്ട് മിണ്ടിയത്. നീ എവിടുത്തെ കുട്ടിയാന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ മിണ്ടിട്ടോ. എന്നെ ഇവിടെ അറിയാം, പക്ഷെ വയസ്സായുണ്ട്. ആ അവൾക്ക് നോമ്പില്ലാതെ അവൾ നോമ്പ് എടുക്കുന്നില്ല എന്ന്. അപ്പം നല്ല തീരുമാനത്തിൽ നമ്മൾ ആകെ ഒരു ദിവസം നോമ്പ് എടുക്കുന്നു. അപ്പോൾ ഒരു ദിവസമല്ല, മാസത്തിൽ വെച്ചിട്ടാവണം. അപ്പം ഞങ്ങൾ പകുതി വരെ എത്തിയില്ല കേട്ടോ. കണ്ടോ, അത് ദിയക്കുട്ടി ഞങ്ങൾ ഒരു ഇടവഴിക്കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ അല്ലേ ദിയ? അപ്പം ഞങ്ങൾ എന്തുണ്ടാക്കാൻ പോകുന്ന വെച്ചാൽ നിങ്ങൾ പെറ്റിവെച്ച പാലുകൊണ്ട് ഉണ്ടാക്കാൻ പേടിയുണ്ട്. പാല് തിളച്ച് പോവില്ലേ? നല്ല പാല് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം. പാലുണ്ടാക്കാം. പാലുണ്ടെന്ന് ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കാം. കട്ടൻ ചായ ഉണ്ടാക്കാം. പിന്നെ പാലുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് പാൽ ചായ ഉണ്ടാക്കാം. അല്ല, പാൽ തിളപ്പിക്കാം. വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ പാല് കട്ടൻ ചായക്ക് വയ്ക്കാം. അതെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു മൺചട്ടി ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഇത്ര സാധനങ്ങളും ഉണ്ട്. ആദ്യം ചായ നമ്മൾ ഉണ്ടാക്കിയിട്ട് ചായൻ്റെ ഗ്യാസിൽ ഉണ്ടാക്കിയിട്ട് ആദ്യം കുറച്ചാൽ മതി. ഉമ്മടുത്തുണ്ടാക്കിയതാണ്. ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീട്ടിൽ നടക്കുമോ വെച്ചാൽ വീട്ടിൽ നടക്കുക കഴിയും പാൽ ചായ ഉണ്ടാക്കുന്നത്. ബാക്കി ചില സമയത്ത് വീഡിയോ ഇങ്ങനെ കട്ടായി പോവാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ പാൽ ചായ ആണെങ്കിൽ എൻ്റെ വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ ഇവളെ വീട്ടിലുണ്ടാക്കാം. അവിടെ 2 കുട്ടികളുണ്ട് കേട്ടോ. ആ കുട്ടികളെ കൂടിയും വിളിക്കാം. അയ്യോ, നേരത്തെ കേട്ട വലിയ അങ്കാണുണ്ടായിരുന്നു. ഞാനോ? കുഞ്ഞ ചേച്ചിയാണ് കയറി മേടിക്കാം. അച്ഛന്മാരയക്കുന്നത്. ഞങ്ങൾ ആ കുട്ടികളെ വിളിച്ചപ്പോൾ ആ കുട്ടി കുളിക്കാന്നാ പറഞ്ഞത് ഗൈസ്. എൻ്റെ കുളിയും ചേച്ചിയുടെ കുളിക്ക് എപ്പോൾ കഴിഞ്ഞു? രാവിലെ കുളിച്ചാ? രാവിലെ ഞാൻ കുളിച്ചിട്ട് അതാ നല്ലത്. നമ്മൾ വയർത്തൊളിച്ച് പിന്നെയും ഇതുണ്ടാവില്ല. അപ്പം ഞങ്ങൾ തെരഞ്ഞു ചുറ്റിട്ടൊക്കെ വന്നത് പറയാ വെച്ചാൽ. കണ്ടോ, ഈ കയറ്റം കയറണം ഗൈസ്. കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്ത് ചെയ്യാ കുട്ടി?
എൻ്റെ മുടി ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഒരു വാല് മാതിരി നിൽക്കണെന്ന് 2 സൈഡിലും. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ആഗ്രഹത്തിൽ മുടി ഒന്ന് ചുരുണ്ട മുടി നല്ല കേളി ഹെയറാ. അപ്പോൾ ഒന്ന് ഞാൻ പേളി വേണ്ടല്ല കേളി ഹെയറാണ്. അപ്പോൾ ഒന്ന് ഞാൻ ഇതൊരു ഈ താടിയോട് വെച്ചിട്ടൊന്ന് വെട്ടിയതാ. താടിയുടെ അവിടെ വെച്ച് വെട്ടിയപ്പോൾ ഇങ്ങടെ ഈ മുടി ഞാൻ കാണിച്ചു തരാൻ നിൽക്കുക. വീടിപ്പെത്തി. ഇപ്പം എൻ്റെ ഗൈസിൻ്റെ വീടെത്തിയിരിക്കുന്നു. അതെ കയറാം. എന്താട്ടോ ദിയയുടെ വീട്. അപ്പോൾ ദിയയുടെ വീട്ടിൽ ചായ ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല. അപ്പം എൻ്റെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ് ബാക്കി മറ്റേ സാധനം കഴിച്ചെടുക്ക് തായോ. ഭാഗ്യം ഇപ്പോൾ പോയത് ഇപ്പോൾ കഴിക്കുന്നത് വീട്ടിലൊക്കെ പോയത്. അപ്പോൾ ഞങ്ങൾ കഴിച്ചേ പൊട്ടി ഗൈസ്. അപ്പോൾ നല്ല കഴിച്ചതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയ പാക്കറ്റ് പാലാട്ടോ പാല് പാക്കറ്റ് നിങ്ങൾ വിചാരിക്കും പറ്റിക്കാൻ വേണ്ടി കൈപിടിക്കാതെ ഞങ്ങൾ ചായ വരെ ഉണ്ടാക്കുന്നത് കാട്ടിത്തരാം. പിന്നെ സാധനം പൊരിക്കണത് ഞങ്ങൾ ആ പൊരിക്കണ നേരത്തെ ഞങ്ങൾ കാണിച്ചു തരാം. അതെ അതെ ഗൈസ്. തീ നമ്മളെവിടെ അപ്പോൾ ഹായ്. അപ്പം ഇങ്ങനെ എൻ്റെ വീട് എത്തിട്ടോ. എൻ്റെ വീട് കണ്ടിട്ടില്ല. എൻ്റെ വീട് കാട്ടിയ കേട്ടോ. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട് അടിപൊളി കേട്ടോ. അപ്പം എൻ്റെ വീടൊന്നും അടിപൊളിയല്ലേ? അങ്ങനെയല്ല, കുറച്ച് ആൾക്കാർ വിചാരിക്കും ഇനി വലിയ വീടാണെന്നൊക്കെ. വലിയ വീടൊന്നുമല്ല, ചെറിയ വീടാണ്. ഓക്കെ. അപ്പം ഗൈസ്, അപ്പം ഞങ്ങൾ ഇങ്ങനെ പാല് ഒഴിക്കാൻ പോകാം കേട്ടോ. അവൾക്ക് മെൻ്റലായാണ്. അപ്പോൾ ആ മെൻ്റലിയാണ്. നീ ഇങ്ങനെ പിടിക്കട്ടോ. പാല് ഒഴിക്കുന്ന മാറ്റിയതാ. അപ്പം ഇനി പാല് മൊത്തം വയ്ക്കാട്ടോ. പാല് ഒഴിച്ചു. ഞാൻ ബീച്ചട്ടോ വേട്ടാ. കുക്കിൻ്റെ ഒന്നാമത്തെ ആളാണ് ഞാനാ. രണ്ടാമത്തെ ആളെ ഞാനാ. പൊരിക്കണേൽ ആദ്യം കുറച്ചൊക്കെ ഇടാൻ തരണം. അങ്ങനെയല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും എല്ലാം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അപ്പം ഞങ്ങൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. ഒരു കപ്പ് അത് എടുക്കാൻ പറ്റിയില്ല നമുക്ക് പെട്ടെന്ന്. ഒരു കപ്പ് ഇനി കൂടെ ഒരു കപ്പ് കൂടിയും ഒരു കപ്പല്ല. ഇനി ഇതിൽ കുറച്ച് ഒഴിച്ചിട്ട് പൊടി. അപ്പോൾ ഞങ്ങൾ വെള്ളം ഒഴിക്കട്ടെ. നമ്മൾ പിശുക്കിയിട്ട് വേണം. ഫുള്ള് ഒഴിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി പിശുക്കണം. കുറച്ച് കുലിങ്ങണക്കം. ഞാൻ കുറച്ച് ആക്റ്റീവാണ്. വലിയ കുറച്ച് വലിയ ആക്റ്റീവ് ഇതിനെ പേടിക്കാനുള്ളത്. അപ്പോൾ ഗ്യാസ് എത്തിച്ചു. ഇതാണ് നമ്മുടെ ഷുഗർ. അല്ല കേട്ടോ, അയ്യോ സോറി, ഇതാണ് നമ്മുടെ ഷുഗർ. അതൊക്കെ ഇതാണ് കേട്ടോ. സോഡിയം സോഡിയാണ് നമ്മള്. അല്ല മീനുമാനല്ല സുജിതമ്മയേ. ഇതാണാക്കിട്ടാ വെള്ളം തിളച്ചു. ഏരിക്ക ഇറക്കി വെക്കാനാണോ? ഏരിക്ക. അപ്പോൾ കുറച്ച് ബാലൻസ് വെള്ളമുണ്ട് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ ഇനി ഷുഗർ ഇടാൻ പോവുക കേട്ടോ. ഷുഗർ ഇടാം. ഇതാണ് ഗൈസ് നമ്മുടെ പാല്. അപ്പോൾ ഗൈസ് ചായ തിളച്ചിട്ടില്ല. തിളയ്ക്കുമ്പോൾ ഞങ്ങൾ ഈ ചായപ്പൊടി ഇടും. ചായ ഇതെന്താ ബ്രൂ ആണ്. ആ കാപ്പിപ്പൊടി ഇടും. അപ്പോൾ ഇത് കാപ്പിച്ചായയാണ്. കാപ്പി. അപ്പോൾ ഞങ്ങൾ ഷുഗർ ഇട്ടു, പാലൊഴിച്ചു. ഇനി തിളക്കലും കൂടി കഴിഞ്ഞാൽ ആരും ഉറപ്പിടണം. എനിക്ക് ഇന്ന് വെടിക്കെട്ടിന് പോകാനുള്ളതാണ്. ചിലപ്പോൾ വിട്ടാ പോവും.
അപ്പൊ guys, ഇന്റെ ഇതാ കഴിഞ്ഞു പഠിക്കുന്നുണ്ടാവില്ലേ? വറക്കുന്നത് നമുക്ക് വറക്കാം അങ്ങനെ വറക്കാം പെട്ടെന്ന് പുറപ്പെട്ടിട്ട് പോവാ. അപ്പൊ ഗ്യാസൊക്കെ ഇതാക്കണ്ടേ? അഥവാ നമുക്ക് വറക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഞങ്ങൾ വിളിക്കട്ടെ. എനിക്ക് പിന്നെ തിരക്കേറ്റി പെട്ടു. പിന്നെ ഉച്ചയ്ക്ക് കടന്നു തുടങ്ങി. പിന്നെ ഇവിടെ ഒരു 4 മണിയാകുമ്പോൾ വരും എന്നാണ് വിചാരിച്ചത്. പാൽ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതെടുക്കണ്ടേ ഗൈസ്? പാല് തിളച്ച് വന്നു. ഇവള് ഊതല്ലേ ഊതിക്കോളാം. ചൂതണേ കുറച്ച്. ഇപ്പോൾ കാപ്പിപ്പൊടി ഇടാം. മതി ഫുള്ളടി മതി. അപ്പോൾ കാപ്പിപ്പൊടി ഇട്ടുണ്ട്. 1 ടീസ്പൂൺ കൊണ്ടുവന്ന കൈ കൊണ്ട് ആക്കാനും പറ്റില്ല. കൈ പൊള്ളിട്ട് അത് പുഴുങ്ങി അവിടെ വരില്ല. അവൾക്ക് വേണ്ടതാ. അവള് അപ്പൊ ചായ ഉണ്ടാക്കാൻ ഞാൻ മനസ്സിലായി. അവള് കൈ കൊണ്ടൊക്കെ അപ്പൊ ചായ സെറ്റാണ്. ചായ തിക്കിലാണ്. അത് നോക്കിട്ട് അത് അമ്മയ്ക്ക് വയ്യാത്താണ്. ഞാൻ പിന്നെ പറയാം. കുറച്ച് പൂക്കിയില്